സെറ ഗോൾഡൻ ഡയമണ്ട് CPA ജംഗ്ഷൻ എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വം സംശയിക്കുന്ന സംശയരോഗികളായ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ. കുഞ്ഞിന്റെ പിതൃത്വത്തിൽ സംശയമുന്നയിച്ച് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ DNA ടെസ്റ്റ് നടത്തി പിതൃത്വം തെളിയിച്ചിട്ടും ഭർത്താവ് സംരക്ഷണം നൽകുന്നില്ലെന്ന യുവതിയുടെ പരാതി പരാമർശിച്ചുകൊണ്ടാണ് കമ്മീഷൻ ഈ ആശങ്ക പങ്കുവച്ചത്. മദ്യവും മയക്കുമരുന്നും ഗാർഹികാന്തരീക്ഷം അത്യന്തം സങ്കീർണമാക്കുന്നതായും കമ്മീഷൻ നിരീക്ഷിച്ചു. കുടുംബാന്തരീക്ഷത്തിലെ ആശയവിനിമയ പ്രശ്നങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും തന്നെ ബാധിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് കമ്മീഷൻ കൗൺസിലിംഗിന് സൗകര്യമൊരുക്കുന്നുണ്ട്. തിരുവനന്തപുരത്തും കോഴിക്കോട്, കൊച്ചി മേഖലാ ഓഫീസുകളിലും കൗൺസിലർമാരുടെ സേവനം മുഴുവൻ സമയവും ലഭ്യമാണെന്നും കമ്മീഷൻ അധ്യക്ഷ അറിയിച്ചു. വന്നിട്ടുള്ള പരാതികളിലേറെയും ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. കുടുംബാന്തരീക്ഷം അത്യന്തം സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യമാണ് പൊതുവെ ഈ വനിതാ കമ്മീഷന്റെ മുമ്പാകെ വരുന്ന പരാതികളിലേറെയും വ്യക്തമാവുന്നത്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബാന്തരീക്ഷം തകർക്കപ്പെടുന്ന ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഈ പരാതികളിൽ വ്യക്തമാവുന്നത്. ലഹരി വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മദ്യപാനം മാത്രമല്ല, മറ്റ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബാന്തരീക്ഷം വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നുണ്ട്. അതിലൂടെ കുട്ടികളുടെ ദുരവസ്ഥയാണ്, കുട്ടികളുടെ ജീവിതം, കുട്ടികളുടെ വിദ്യാഭ്യാസമടക്കം വളരെയേറെ തകരാറിലായി പോകുന്ന സാഹചര്യം ദൃശ്യമാണ്. ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള ഒരു പരാതിയിൽ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീയെ വീട്ടിൽ നിന്ന് അവർ കൂടി ലോൺ എടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ നിന്ന് ഭർത്താവ് മദ്യപാനത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ച് അവരെയും 2 മക്കളെയും പുറത്താക്കിയതിൻ്റെ ഭാഗമായി അനാഥാലയത്തിൽ യത്തീംഖാനയിൽ അഭയം തേടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. യത്തീംഖാനയിലാണ് അവരുടെ 2 കുട്ടികളെയും കൊണ്ട് അവരിന്ന് കഴിയുന്നത്. അവർക്ക് ജില്ലാ വനിതാ ശിശു പ്രൊട്ടക്ഷൻ ഓഫീസറുടെ വനിതാ ശിശു വികസന വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫീസറുടെ സഹായത്തോടുകൂടി ആ വീട്ടിൽ അവർ കൂടി അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള വീട്ടിൽ താമസിക്കുന്നതിന് വേണ്ടി പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കൊടുക്കണം എന്ന നിർദ്ദേശം കമ്മീഷൻ നൽകിയിട്ടുണ്ട്. സംശയത്തിൻ്റെ ഭാഗമായിട്ട് ഭാര്യയെ നിരന്തരം പീഡിപ്പിക്കുന്ന പ്രശ്നങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മദ്യപാനവും അതോടൊപ്പം ഈ സംശയരോഗവും കൂടുന്ന സമയത്ത് വലിയ രൂപത്തിൽ പീഡനങ്ങൾക്കിരയാകേണ്ടി വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മീഷൻ്റെ മുമ്പാകെ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കമ്മീഷൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ കൗൺസിലിംഗ് നടത്തി കൊടുക്കുന്നുണ്ട്. വനിതാ ശിശു വികസന ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലറാണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്നതിന് വേണ്ടി കമ്മീഷനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. കമ്മീഷൻ ഓഫീസിൽ തിരുവനന്തപുരത്ത് സ്ഥിരം കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും കൗൺസിലിംഗ് നൽകി കൊടുക്കുന്നതിന് ഉള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ എറണാകുളത്തും അതുപോലെ കോഴിക്കോടുമുള്ള റീജിയണൽ ഓഫീസുകളിലും കൗൺസിലിംഗ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബാന്തരീക്ഷം ഏറെ സങ്കീർണമാകുന്നതിന് ഇടവരുത്തുന്ന സാഹചര്യമാണ് ഇന്ന് പൊതുവെ നമ്മുടെ കുടുംബത്തിൽ ദൃശ്യമാവുന്നത്. പരസ്പരം ആശയവിനിമയം നടത്താതെ ജീവിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അത് ഭാര്യാഭർത്താക്കന്മാരുടെ മാത്രമല്ല, കുട്ടികളുടെ അടക്കം പ്രശ്നങ്ങൾ വളരെയേറെ സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സംശയരോഗം മൂർച്ഛിച്ച് കുഞ്ഞിൻ്റെ പിതൃത്വം പോലും സംശയിച്ചിട്ടുള്ള ഒരു ഭർത്താവിൻ്റെ കേസിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നു. ഞങ്ങൾ കേരള വനിതാ കമ്മീഷനാണ് കേരളത്തിൽ സൗജന്യമായി
DNA പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായം നൽകുന്നത്. കമ്മീഷൻ്റെ സഹായത്തോടുകൂടി നടന്നിട്ടുള്ള DNA പരിശോധനയുടെ ഭാഗമായി പിതൃത്വം നിർണയിക്കപ്പെട്ടു. ഈ ഭർത്താവ് തന്നെയാണ്, ഭാര്യാഭർത്തൃ ബന്ധത്തിലുണ്ടായിട്ടുള്ള കുട്ടി തന്നെയാണെന്ന് കണ്ടെത്തിയതിന് ശേഷവും കുട്ടിയെ സംരക്ഷിക്കാനോ ചെലവിന് നൽകുന്നതിനോ തയ്യാറാവാത്ത ഒരു സാഹചര്യം ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ വന്നിട്ടുള്ള പരാതിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതിവർഷം ഇത്തരത്തിൽ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിൽ 4 സ്ത്രീകൾക്ക് 4 പിതൃത്വ നിർണയ ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് കമ്മീഷൻ്റെ മുമ്പാകെ ഉള്ളത്. ഇത്തരത്തിൽ സംശയരോഗികളുടെ എണ്ണം പെരുകിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സങ്കീർണമായിട്ടുള്ള അവസ്ഥയും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണ ചെലവ് നൽകാൻ തയ്യാറാവാത്തതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് വന്നിട്ടുള്ള ഈ കുടുംബ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് പ്രധാനമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മറ്റൊന്ന്, നമ്മുടെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഉതകുന്ന സാഹചര്യം തൊഴിൽ മേഖലയിൽ സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ശക്തമായിട്ടുള്ളൊരു നിയമം നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത്. പോഷ് ആക്ട് എന്ന പേരിൽ, പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ് എന്ന പേരിൽ മാനസികമായോ വൈകാരികമായോ പോലും തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം എല്ലാ തൊഴിൽ സ്ഥാപനങ്ങളിലും ഉണ്ടായിരിക്കണമെന്ന് കർശനമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പല തൊഴിലിടങ്ങളിലും ആ പരാതി പരിഹാര സംവിധാനം പോലും രൂപീകരിച്ചിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. വനിതാ കമ്മീഷൻ ഈ കാര്യം സംബന്ധിച്ച് വനിതാ ശിശു വകുപ്പിന് മുമ്പാകെ തന്നെ മെമ്മോറാണ്ടം നൽകിയിരുന്നു. പുതിയ അധ്യയന വർഷത്തിൻ്റെ ആരംഭത്തിൽ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ പരാതി പരിഹാര സംവിധാനം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നും മലപ്പുറം ജില്ലയിൽ നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അധ്യാപകർക്ക് പരിശീലനം കൊടുക്കാൻ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള സ്ഥാപനത്തിൽ ഉൾപ്പെടെ അവർക്ക് മാനസികമായിട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. പ്രോപ്പറായിട്ടുള്ള ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഭർത്താവ് പുറത്താക്കിയതിനെ തുടർന്ന് യത്തീംഖാനയിൽ അഭയം തേടി യുവതിക്കും കുഞ്ഞുങ്ങൾക്കും സുരക്ഷിതമായി വീട്ടിൽ തന്നെ താമസിക്കുവാനുള്ള സാഹചര്യമൊരുക്കാൻ വനിതാ ശിശു സംരക്ഷണ ഓഫീസർക്ക് വനിതാ കമ്മീഷൻ നിർദ്ദേശം നൽകി. ഭാര്യയും ഭർത്താവും ചേർന്ന് വായ്പയെടുത്ത് നിർമ്മിച്ച വീട്ടിൽ നിന്നാണ് ഭർത്താവ് ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇറക്കിവിട്ടത്. സ്വന്തം വീട്ടിൽ താമസിക്കാൻ അവർക്ക് എല്ലാ അവകാശങ്ങളുമുണ്ടെന്നും അതിന് പൂർണ്ണമായ സംരക്ഷണം നൽകുമെന്നും കമ്മീഷൻ പറഞ്ഞു. ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റികളില്ലാത്ത തൊഴിൽ സ്ഥാപനങ്ങൾ ജില്ലയിൽ ഇപ്പോൾ ഉണ്ടെന്നത് ഗൗരവത്തോടെ കാണുന്നുവെന്ന് കമ്മീഷൻ പറഞ്ഞു. ഉള്ള സ്ഥാപനങ്ങളിൽ പലയിടത്തും സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. അൺഎയ്ഡഡ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപികമാരെ അന്യായമായി പിരിച്ചുവിടുന്ന സാഹചര്യം കമ്മീഷന് മുൻപിൽ പരാതിയായി വന്നിട്ടുണ്ട്. കാരണം കാണിക്കാതെ അധ്യാപികമാരെ പിരിച്ചുവിടുന്നത് ഗൗരവതരമായ പ്രശ്നമാണ്. ഇക്കാര്യം വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കർശനമായ വ്യവസ്ഥകൾ നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. വിവാഹാലോചനയുടെ ഏത് ഘട്ടത്തിലും പെൺകുട്ടിക്ക് പിന്മാറാനുള്ള അവകാശമുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. പ്രണയമാണെങ്കിലും അതേ അവകാശമുണ്ട്. കോട്ടകളിൽ നിശ്ചയിച്ച വിവാഹത്തിൽ നിന്ന് പിന്മാറിയ പെൺകുട്ടിയുടെ വീടിന് നേരെ യുവാവ് വെടിയുതിർത്ത സംഭവം പരാമർശിച്ചുകൊണ്ട് കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിൽ 42 പരാതികളാണ് കമ്മീഷന് മുൻപിൽ വന്നത്. 11 പരാതികൾ തീർപ്പാക്കി. 8 പരാതികളിൽ പോലീസ് റിപ്പോർട്ട് തേടുകയും 23 അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റുകയും ചെയ്തു. കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് മഹിളാ മണി, അഡ്വക്കേറ്റ് കുഞ്ഞായിഷ എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു. സെറ ഗോൾഡൻ ഡയമണ്ട്, CPA ജംഗ്ഷൻ, എടവണ്ണ. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല, സിഗ്മ ഷോറൂം സന്ദർശിക്കൂ. ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ്. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി. ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി. എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.